ഹലോ ഗായ്സ്, ഇന്ന് ജെനിഫർ ഷീന വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. വേറെ ഒന്നുമല്ല, ഞാൻ നല്ല തണുത്ത് മൂടി കുളിച്ച് വന്നപ്പോൾ ചേട്ട വെച്ച് ഇതൊന്നും ഉണ്ടാക്കുന്നില്ലേന്ന്. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ അമ്മേനോട് ചമ്മ എന്താ ഉള്ളതെന്ന്. അപ്പം അമ്മ പറഞ്ഞു കുറച്ച് മാവുണ്ട് ഇന്നലത്തേന്ന് പറഞ്ഞു. അങ്ങനെ ആ മാവ് എടുത്തു, അതിനകത്ത് റവയും മറ്റേ ബേക്കിംഗ് സോഡ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് വേറെ ഒന്നല്ല, ഒരു പ്രത്യേക സാധനം കേട്ടോ. നമ്മുടെ തമിഴ്നാട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്, കുഴിപ്പനിയാരം എന്ന് പറയും. ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, ക്യാരറ്റ്. ഇതെല്ലാം ഇട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല മിക്സിങ് എന്ന് പറഞ്ഞാൽ നല്ല മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് മാവെല്ലാം കൂടി കട്ടി വരും. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് വെള്ളം പോരാന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് മിക്സ് ചെയ്തൊരു 15 മിനിറ്റ്സ്, ഒരു 20 മിനിറ്റ്സ് ഞാനത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉണ്ണിയപ്പക്കല്ലിലേക്ക് പോയി. ഉണ്ണിയപ്പക്കല്ലിൽ നിറച്ചും എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, എണ്ണ ചൂടായോ നോക്കാൻ വേണ്ടി പോയതാണ്. ഒന്നും സെറ്റായിട്ടില്ല. അപ്പോൾ എണ്ണയെല്ലാം സെറ്റാൻ വേണ്ടി നല്ല തൊട്ട് വെക്കുമ്പോൾ നല്ല ചൂടുണ്ട് കല്ല്. എണ്ണ ഏകദേശം ചൂടായി വന്നിട്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് 15 മിനിറ്റ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ മാവ്. ആ എണ്ണ നല്ലോണം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച ഉണ്ണിയപ്പക്കല്ല്. നമ്മുടെ ഉണ്ണിയപ്പക്കല്ലെന്ന് വെച്ചാൽ പഴയ ഉണ്ണിയപ്പക്കല്ല കേട്ടോ. ഇത് അമ്മേൻ്റെ അമ്മ ആരൊക്കെയോ ഉപയോഗിച്ച് ഉണ്ണിയപ്പക്കല്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും അറിയില്ല. അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ മാവ് വീണ്ടും കുറുകിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇളക്കി നോക്കിയപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മനസ്സിലാവും ഭയങ്കര ടൈറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇളക്കി നോക്കി. ഇനി ഇളക്കിയിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ നോക്കിയിട്ട് വേണം വെള്ളം വയ്ക്കാൻ. കാരണം ഞാൻ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് വെച്ചത് കൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ നോക്കിയിട്ട് എടുക്കണം. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്ന വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതിന് മുന്നേ എണ്ണ ചൂടായോ നോക്കട്ടെ. എണ്ണ നോക്കുമ്പോൾ നല്ല തിളച്ച് കിടക്കുക കേട്ടോ. എണ്ണ നല്ല എഫക്റ്റിൽ ഇപ്പം ഞാൻ ഒഴിച്ച പൊന്തി വരും. അതിന് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഞാൻ വീണ്ടും നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തു. കാരണം നമ്മൾ ബേക്കിംഗ് സോഡയും റവയും പിന്നെ ഇഡ്ഡലിക്ക് ഒഴിച്ച മാവായതുകൊണ്ട് പുളിപ്പുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെതായ തണുപ്പല്ലേ. അപ്പോൾ അടുപ്പിൻ്റെ സൈഡിൽ ഒരു 15 മിനിറ്റ്സ് ഞാൻ മാറ്റി വെച്ചുകൊണ്ടാണ് കുറച്ച് പൊങ്ങി ടൈറ്റായിട്ടിരിക്കുന്നത്. അങ്ങനെ എണ്ണ ചൂടായി നോക്കാൻ വേണ്ടി ഞാൻ ശകല മാവെടുത്ത് എണ്ണയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ എണ്ണയിൽ നിന്ന് പൊന്തി വരുന്നുണ്ട് കേട്ടോ. ഞാൻ മാവൊക്കെ തുടച്ച് കളഞ്ഞു. സൈഡിൽ ഒന്ന് പൊന്തി വന്നിട്ട് അപ്പം ഞാൻ എന്താക്കി, മാവെടുത്ത് ഓരോ കരണ്ടിയിലും ഓരോ ഓട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ പൊന്തി വരട്ടെ എന്ന് വിചാരിച്ച് ഓരോ സ്പൂണും ഓരോന്നിലേക്ക് ഒഴിച്ചു കൊടുത്തു. അന്നേരമാണ് തേജപ്പ വന്ന് ചോദിച്ചത്, അമ്മ ഇത് എന്താണെന്ന്. അങ്ങനെ ചോദിച്ച് തേജപ്പനോട് ഞാൻ പറഞ്ഞു, തേജപ്പ ഇതാണ് തമിഴ്നാട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുഴിപ്പനിയാരം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിലർ സാമ്പാർ കൂട്ടി തിന്നും, ചിലർ ചട്നി കൂട്ടി തിന്നും. ഞങ്ങൾ സാമ്പാർ കൂട്ടിയിട്ടാണ് തിന്നുക. തേജപ്പനി തന്നെ അങ്ങനെ വല്ലാണ്ട് വെറുതെ തിന്നും. അങ്ങനെ തിന്നവർക്ക് അങ്ങനെ തിന്നാം കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സൈഡ് ഡിഷായിട്ട് ഒന്നെങ്കിൽ തക്കാളി ചട്നി ആക്കി തിന്നണം, അല്ലെങ്കിൽ സാമ്പാർ, അല്ലെങ്കിൽ നമ്മൾ സാധാ ചട്നി ഇല്ലേ, തേങ്ങ ചട്നി, അതെല്ലാം ആക്കി തിന്നണം. ഞാനിത് ഫില്ലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് എല്ലാം ഒന്ന് പൊങ്ങി വരണം കേട്ടോ. എന്നുവെച്ചാൽ ഒരു ബ്രൗൺ കളറായി വരണം. അടിഭാഗം നല്ല ബ്രൗൺ കളറായി വരും. അപ്പോൾ നമ്മുടെ മാവിൻ്റെ ഒരു ഷേപ്പ് അങ്ങ് മാറും. ഞാൻ കാണിച്ചത്, ഞാൻ ഫോർക്ക് കൊണ്ടിട്ടോ അത് മാറ്റുന്നേ. അപ്പോൾ നമ്മൾ ഉള്ളി, പച്ചമുളക്, ക്യാരറ്റ് എല്ലാം വേണം. കണ്ടോ നമ്മുടെ മേലെ കണ്ടോ ബ്രൗൺ കളറായി വരുന്നത്, അതുപോലെ ബ്രൗൺ കളറായി വരണം. ഈ കുഞ്ഞു കഷ്ണങ്ങൾ നമ്മൾ മാറ്റി കളഞ്ഞാൽ കേട്ടോ. ഇനി ലാസ്റ്റ് ഞാനത് തിരിച്ച് ഉള്ളിൽ അടിഭാഗം കണ്ടോ, അടിഭാഗം നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. ഞാനെല്ലാം മാറ്റി നല്ല അടിപൊളിയാക്കി നല്ല ബ്രൗൺ കളറായി നല്ല എണ്ണ. ഈ മഴക്കാലത്ത് നല്ല ചൂടുള്ള കുഴിപ്പനിയാരം സാമ്പാറൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ മഴയെല്ലാം കൊണ്ട് നല്ല സുഖമായിട്ട് ചേട്ടയും ചെക്കനും കൂടി അപ്പുറത്തിരിക്കുന്നുണ്ട്. ഇത് വെയിറ്റിംഗ് ആണ് ഇവർ. അപ്പോൾ ഉള്ളിയെല്ലാം ബ്രൗൺ കളറായി വന്നു, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി തിരിച്ച് വെച്ചിട്ട് വേണം ഇതുണ്ടാക്കാൻ. ഇനി തിരിച്ചിടാൻ ടൈമായിട്ടോ. അങ്ങനെ നല്ല വെന്ത് നല്ല ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേക്ക് ഞാൻ പയ്യെ ഫോർക്കും കൊണ്ട് ഇത് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി നോക്കണം ഇത് വെന്തോ ഇല്ലെന്ന്. കാരണം നമ്മുടെ അടി വേവണമല്ലോ. അങ്ങനെ തന്നെ ഓരോന്നോരോന്നായി പയ്യെ പുഷ് ചെയ്ത് എടുത്ത് ഓരോന്നോരോന്ന് എണ്ണയിൽ നിന്ന് ഊറ്റിയെടുത്ത് ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അത് നല്ല കേട്ടോ. ഞാനിവിടെ സാമ്പാറിനൊരു ബൗൾ വെച്ചു. ചേട്ടായിക്കാണേ കൊണ്ട് കൊടുക്കുന്നത്. ഒരു ബൗൾ വെച്ചു. അതിന് ഓരോന്ന് എണ്ണ ഇങ്ങനെ ഉറ്റിച്ച്, എണ്ണ കണ്ടോ നല്ല തിളച്ചിരിക്കുന്ന എണ്ണ കേട്ടോ. എല്ലാം എടുത്ത് ഓരോ ഷേപ്പിലാണ് കൊണ്ടുപോകുന്നത്. ഇത് തിന്നുണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല. നമുക്ക് വേറെ ഒന്നും, നമ്മൾ ഇഡ്ഡലി മാവും ദോശമാവൊക്കെ ഇങ്ങനെ വേസ്റ്റായി പോകുന്നുള്ളൊരു പേടി നമുക്കുണ്ടാവില്ല ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ. അപ്പോൾ നമ്മൾ വെക്കുന്ന വൈകുന്നേരത്തെ സാമ്പാറും ഒന്നും വേസ്റ്റ് ആവില്ല കേട്ടോ. നമ്മളിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കിട്ടും.
എൻ്റെ ഇതെല്ലാം ഞാൻ പ്ലേറ്റിലേക്ക് സർവ് ചെയ്ത് ഇത് കാണിച്ചു തരാം കേട്ടോ. എന്താ നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും, അയ്യോ ഇതെങ്ങനെയെങ്കിലും തിന്നാൽ അത്രയും നല്ല ടേസ്റ്റുള്ള സാധനം നിങ്ങളോട് ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. ഇനി കണ്ടില്ല കേട്ടില്ല മാവ് കളയാൻ വേണ്ടി പോകണം അങ്ങനെ ഒന്നും വേണ്ട. പിള്ളേർക്ക് വൈകുന്നേരം 4 മണിക്കുള്ള സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ രാവിലെ ഈ ദോശ ഇഡ്ഡലിയും തിന്നാത്ത പിള്ളേർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താലും മതി. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സീ യു.